ഹലോ ഹലോ, എൻ്റെ പേര് സിൽസ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാറ്റ് മല്ലു നെക്സ്റ്റ് ഡോർ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഈ അടുത്തിടെയായിട്ട് മലയാളികൾ ഒരുപാട് തിരഞ്ഞ ഒരു ഡയറ്റാണ് ആൻറ്റി ഇൻഫ്ലമറ്ററി ഡയറ്റ് എന്ന് പറയുന്നത്. ഈ അടുത്തിടെയായിട്ട് നടി വിദ്യാ ബാലൻ്റെയും മാധവൻ്റെയും ഒക്കെ ഇൻ്റർവ്യൂ വൈറലായതിനെ തുടർന്നാണ് പലരും ഈ ഒരു ഡയറ്റിനെ അന്വേഷിച്ചിട്ടുള്ള സെർച്ചുകൾ തുടങ്ങിയത്. അപ്പോൾ നടി വിദ്യാബാലൻ പറയുന്നുണ്ട് 21 ദിവസം കൊണ്ട് അവരുടെ 15 കിലോ കുറച്ചു. അതുപോലെ മാധവൻ പുള്ളിക്കാരന്റെ കുടവയറും പൊണ്ണത്തടിയും ഒക്കെ കുറച്ചത് ഈ ഒരു ഡയറ്റ് വഴിയാണെന്നുള്ളത്. ശരിക്കും എന്താണ് ആന്റി ഇൻഫ്ലമറ്ററി ഡയറ്റ്? ഇത് ശരിക്കും വെയിറ്റ് കുറയാൻ വളരെ എഫക്റ്റീവ് ആണോ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിന്റെ അവസാനം ഞാൻ ഈ ആന്റി ഇൻഫ്ലമറ്ററി ഡയറ്റ് വെച്ചിട്ടുള്ള ഒരു ദിവസത്തെ ഡയറ്റ് പ്ലാനും പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായും കാണുക കേട്ടോ. ഇനി ആന്റി ഇൻഫ്ലമറ്ററി ഡയറ്റിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് ഇൻഫ്ലമേഷൻ എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു മുറിവുണ്ടായി അല്ലെങ്കിൽ ഒരു മുള്ളു കൊണ്ടു. അപ്പോൾ ബോഡിയുടെ നോർമലി ഉള്ള ഒരു രോഗപ്രതിരോധ ശേഷി ഈ ഒരു പുറത്തുനിന്ന് വന്ന അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടായ ഇഞ്ചുറി അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖത്തിനെതിരെ നടത്തുന്ന ഒരു ചെറുത്തുനിൽപ്പ്, അതിനെയാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഇൻഫ്ലമേഷൻ 2 തരത്തിൽ ഉണ്ടാവാം, അക്യൂട്ടും ക്രോണിക്കും. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഉണ്ടാവുന്ന റിയാക്ഷൻ ആണ്. അതായത് ബോഡിയിൽ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ രോഗത്തിനെതിരെ ബോഡി തന്നെ പെട്ടെന്ന് നടത്തുന്ന അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ആഴ്ചകൾ കൊണ്ട് ഹീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അക്യൂട്ട് ഇൻഫ്ലമേഷനിൽ തന്നെ നമ്മുടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ശരീര ഭാഗത്ത് ഒരു മുറിവുണ്ടാവുകയാണ്. അപ്പോൾ നമ്മുടെ ബോഡി എന്താ ചെയ്യുക? ആ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ മെയിനായിട്ടും ഇൻഫ്ലമേഷന്റെ 4 സൈൻസ് ആവും കാണുക. അതായത് എന്തൊക്കെയാണ്? ആദ്യം ചുവന്ന കളറാവുക, അതുപോലെ നീര് കെട്ടുക, പെയിൻ ഉണ്ടാവുക, ആ ഭാഗം ഒന്ന് ചൂട് അനുഭവപ്പെടുക. അപ്പോൾ ഈ 4 സൈൻസ് കാണുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ബോഡിയിലുള്ള വെളുത്ത രക്താണുക്കൾ രോഗപ്രതിരോധ ശേഷിയുടെ ഭാഗമായിട്ട് ആ സ്ഥലത്തേക്ക് എത്തുകയും അവിടെ കുറച്ച് പ്രോസസ്സ് നടത്തി ഈ ഒരു പ്രത്യേക നമ്മുടെ ഇപ്പൊ ഇഞ്ചുറി കാരണം നമ്മുടെ അകത്തേക്ക് കയറിയ ആ ഒരു ഫോറിൻ പാർട്ടിക്കിൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ഇഞ്ചുറിയെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രോസസ്സാണ്. ഇങ്ങനെ ബോഡിയുടെ ഈ ഒരു ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ട് ചില കെമിക്കൽസ് ഉൽപ്പാദിക്കപ്പെടുകയും അത് കാരണമാണ് നീരുണ്ടാവുകയും ചെയ്യുന്നത്. ഇതിനെയാണ് അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്? ഇത് ഗ്രാജുവലി നമ്മുടെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്ന ഒരു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ആണ്. ചിലപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് കിട്ടുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മൾ പോലും അറിയുന്നുണ്ടാവില്ല ഇതിങ്ങനെ ഗ്രാജുവലി ഡെവലപ്പായി വരുന്നത്. ഇത് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ ഇങ്ങനെ നിലനിന്ന് പോവുകയും പലവിധ രോഗങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ കാരണം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യം ഒബീസിറ്റി അഥവാ പൊണ്ണത്തടി, അത് കാരണം കുടവയറ് ചാടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. അതുപോലെ പ്രമേഹം അഥവാ ഡയബറ്റിസ്, ഹൃദയത്തിനുണ്ടാകുന്ന ഹാർട്ട് ഡിസീസസ്, പിന്നെ അൾസൈമേഴ്സ് പോലുള്ള മെമ്മറി പ്രോബ്ലംസ് ഉണ്ടാവുക, പിന്നെ ഉണ്ടാവുന്നത് ദഹന സംബന്ധമായതും വിസർജ്യ സംബന്ധമായതുമായ അസുഖങ്ങൾ, ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസീസസും ഇൻഡൈജഷനും പോലുള്ള കാര്യങ്ങൾ. ക്യാൻസറിനുള്ള ചാൻസ് കൂടുതലാണ്. ജോയിന്റ് സംബന്ധമായ അസുഖങ്ങൾ, അതായത് ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങൾ വരിക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ശരീരത്തിന് ഉണ്ടാവുന്നത്. ഇനി എന്തൊക്കെ കാരണങ്ങളാണ് ക്രോണിക് ഇൻഫ്ലമേഷന് വഴിവെക്കുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യം പുവർ ഡയറ്റാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ആഹാര രീതികളിൽ ഉണ്ടാവുന്ന പിഴവ് കാരണം നമുക്ക് ഈ ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാവാം. രണ്ടാമത്തേത് എക്സസൈസ് ഇല്ലാത്തത് അല്ലെങ്കിൽ സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, നമ്മുടെ അലസമായിട്ടുള്ള ഒരു ജീവിത ശൈലി ഇതിന് കാരണമാവാം. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, നമ്മുടെ ശരീരം തന്നെ ചിലപ്പോൾ ശരീരത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. അതിനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുന്നത്. ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാവാം. പിന്നെ സ്ട്രെസ്, ശരീരത്തിൽ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്കുള്ള ആ ഒരു സ്ട്രെസ് കാരണം ഇൻഫ്ലമേഷനിലേക്ക് അത് വഴിവെക്കാം. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ക്രോണിക് ഇൻഫ്ലമേഷനിലേക്ക് കാരണമാവുന്ന ഫാക്ടേഴ്സ്. ഇത് കൂടാതെ ക്രോണിക് ഇൻഫ്ലമേഷന് കാരണമാകുന്ന മറ്റൊരു കാര്യമാണ് ബാഡ് ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കുടലിലെ ബാക്ടീരിയാസിന്റെ ഹെൽത്ത് നമ്മുടെ ശരീരത്തിന്റെ മൊത്തം ഹെൽത്തിനെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ കുടലിനും അതുപോലെ ഈ ദഹന അവയവങ്ങൾക്കും ഉണ്ടാവുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാഡ് ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് ഇൻഫ്ലമേഷനിലേക്ക് വഴിവെക്കുന്ന ഒരു കാര്യമാണ്.
ഇനി ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ നമുക്കുണ്ടോ എന്നുള്ളത് എങ്ങനെയൊക്കെ തിരിച്ചറിയാം? മെയിനായിട്ടും നമുക്ക് ബ്ലഡ് ടെസ്റ്റ് വഴിയാണ് അറിയാൻ പറ്റുക. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ESR എപ്പോഴും കൂടുതലായിരിക്കും നമ്മുടെ ബോഡിയിൽ നീര് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉള്ള ഒരു സമയത്ത്. പിന്നെ കംപ്ലീറ്റ് ബ്ലഡ് സെൽസിന്റെ കൗണ്ട് നോക്കുകയാണെങ്കിൽ WBC കൗണ്ട് എപ്പോഴും കൂടുതലായിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ C റിയാക്റ്റീവ് പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്, അത് ഇൻക്രീസ് ആയിരിക്കും. ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ഈ ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്നത്. ഇനി കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റ് വെച്ചിട്ട് നമുക്കിത് അറിയണം എന്നൊന്നുമില്ല. എന്നാലും മെയിനായിട്ടും ഇതൊക്കെ എലവേറ്റ് ചെയ്ത് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിലേക്ക് പോവാം. നമ്മൾ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൽ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ധാരാളമായിട്ട് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ശരിക്കും ഈ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് നമ്മുടെ വീട്ടിൽ സുലഭമായി കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇനി ഇതിനായിട്ട് ഒരുപാട് ഫാൻസി ഐറ്റംസ് ഒന്നും വാങ്ങേണ്ടതായിട്ടില്ല. അതുപോലെ പുതിയ എന്തെങ്കിലും മെത്തേഡ് നമ്മൾ പഠിക്കണമൊന്നുമില്ല. നമ്മൾ നമ്മുടെ പൂർവികർ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു മെത്തേഡിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് മെയിനായിട്ടും ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുന്നത് പോലെ തന്നെ ഹോൾ ഗ്രെയിൻ ഫുഡ്സ് ആയിരിക്കണം കഴിക്കേണ്ടത്. പ്രോസസ്ഡ് ഫുഡ് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുക എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ടത്? എല്ലാ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനകത്തും ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ആന്റി ഓക്സിഡൻസ് നമ്മുടെ ഡാമേജ് ആയ സെൽസിനെ റിപ്പയർ ചെയ്യാനും ഈ ഒരു നീര് കുറയ്ക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ്. എല്ലാ ദിവസവും നമ്മൾ ഒരു 2 to 3 സെർവിങ്സ് ഓഫ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് തിരഞ്ഞെടുക്കണം എന്ന് പറയുമ്പോൾ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ളതും വെറൈറ്റി ആയിട്ടുള്ളതുമായ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. നമുക്ക് ചുറ്റും കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലും ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. എല്ലാം ഇതുപോലെ നല്ല നമുക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതുമാണ്. മെയിനായിട്ടും ആപ്പിൾസ്, പേരയ്ക്ക, പപ്പായ, മാതളം, പിന്നെ ഗൂസ്ബെറീസ് അല്ലെങ്കിൽ ആംല എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു നെല്ലിക്ക, പിന്നെ ബെറീസിനകത്ത് പല ബെറീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് മാർക്കറ്റിൽ. ഇതിനകത്തെല്ലാം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഇനി വെജിറ്റബിൾസ് ആണെങ്കിലോ ലീഫി വെജിറ്റബിൾസ് ആണ് മെയിൻ ആയിട്ട്. ഈ ലീഫി വെജിറ്റബിൾസ് ആയിട്ടുള്ള ചീര, പാലക്ക്, അതുപോലെ മുരിങ്ങയില, പയറില, മത്തനില, അങ്ങനെയുള്ള ഇലവർഗ്ഗങ്ങൾ, അതുപോലെ കൂടാതെ ക്യാപ്സിക്കത്തിന്റെ ആ ഒരു കളർഫുൾ ആയിട്ടുള്ള പല കളറുള്ള ക്യാപ്സിക്കം ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. പിന്നെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്, അതായത് ക്യാബേജ് വർഗത്തിൽപ്പെടുന്ന പച്ചക്കറികൾ. അത് ക്യാബേജ്, അതുപോലെ കോളിഫ്ലവർ, ബ്രസൽസ് സ്പ്രൗട്ട്, അങ്ങനെയുള്ള ബ്രോക്കലി, ഇതൊക്കെ വരുന്നത് ഈ ഒരു കാറ്റഗറിയിലാണ്. ഇങ്ങനത്തെ ഫുഡ് ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിലെ ഒരു മെയിൻ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ തൈറോയിഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ആർത്രൈറ്റിസ് സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ അതിനനുസരിച്ചിട്ട് മോഡറേറ്റ് എമൗണ്ടിൽ മാത്രം കഴിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഹോൾ ഗ്രെയിൻസ് എന്ന് പറയുന്നത്, അതായത് ധാന്യങ്ങൾ ഉൾപ്പെടുത്തുക. ഇതിനകത്ത് ഒരുപാട് ഫൈബറും അതുപോലെ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനത്തെ ഹോൾ ഗ്രെയിൻസ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രോസസ്ഡ് ആയിട്ടുള്ളത് ഒഴിവാക്കുക. അതായത് വൈറ്റ് ബ്രെഡ്, വൈറ്റ് റൈസ്, പാസ്ത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് തവിടോട് കൂടിയിട്ടുള്ള ബ്രൗൺ റൈസ്, പിന്നെ റാഗി, അതുപോലെ തന്നെ ഈ കീൻവ, അങ്ങനെയൊക്കെ ഉള്ളത്, അതുപോലെ മെല്ലിൽ പൊടിച്ച് നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ചെടുക്കുന്ന അരിപ്പൊടി, ഗോതമ്പ് പൊടി, ഇവ കൊണ്ടുണ്ടാക്കിയ ആഹാരങ്ങൾ, ഇതൊക്കെയാണ് ഹോൾ ഗ്രെയിൻസിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത്. അടുത്തൊരു കാറ്റഗറിയാണ് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഉൾപ്പെടുത്തുക എന്നുള്ളത്. ഹെൽത്തി ഫാറ്റിനകത്ത് മെയിൻ ആയിട്ടും വരുന്ന ഒരു ഘടകമാണ് omega-3 ഫാറ്റി ആസിഡ്സ്. omega-3 ഫാറ്റി ആസിഡ്സ് നമുക്ക് നട്ട്സിൽ നിന്ന് അല്ലെന്നുണ്ടെങ്കിൽ ഫിഷിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ഏതൊക്കെ തരം ഫിഷിൽ നിന്നാണ് omega-3 ഫാറ്റി ആസിഡ്സ് കിട്ടുന്നത്? മത്തി, അയല, അതുപോലെ നെയ്മീൻ, പിന്നെ ഇങ്ങനെ ഇതല്ലാതെ നെത്തോലി, ഇതൊക്കെ നമുക്ക് കഴിക്കാം. ഇനി നട്ട്സ് ആണെങ്കിൽ വാൾനട്ട്, ആമണ്ട്, ഇതൊക്കെ നമുക്ക് വെള്ളത്തിൽ കുതിർത്തി കഴിക്കാം. ഇത് കൂടാതെ സീഡ്സ് ഉണ്ട്, ഹെൽത്തി ആയിട്ടുള്ള നല്ല സീഡ്സ് ഉണ്ട്. അതിനകത്തും ഒരുപാട് omega-3 ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഫ്ലാക്സ് സീഡ്, അതുപോലെ ചിയ സീഡ്, പിന്നെ സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, ഇതൊക്കെയും കഴിക്കാവുന്നതാണ്. അവക്കാഡോയും ഒലീവ്സും omega-3 ഫാറ്റി ആസിഡ്സിന്റെ നല്ല ഒരു റിസോഴ്സസ് ആണ് ഇത് രണ്ടും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് കിട്ടുന്നത്. അതുപോലെ ലീൻ പ്രോട്ടീൻസിനകത്ത് വരുന്നത് ചിക്കൻ നമുക്ക് കറി വെച്ച് കഴിക്കാം. അല്ലാതെ ഒരുപാട് വേറെ ചിക്കൻ്റെ ഓപ്ഷൻസ് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പ്രോസസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽസിലൊക്കെ
അത്രയും ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതല്ല. വീട്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന രീതിക്ക് കഴിക്കുക. അതുപോലെ ബീൻസ് വർഗ്ഗങ്ങൾ, ബീൻസ് ആൻഡ് ലെഗ്യൂംസ്, അതായത് പയറുവർഗ്ഗങ്ങളും പരിപ്പ് വർഗ്ഗങ്ങളും. പയറുവർഗ്ഗങ്ങളുടെ അകത്ത് മെയിനായിട്ടും ചെറുപയർ, കടല അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും, പയറുവർഗ്ഗത്തിനകത്ത് പരിപ്പ് വർഗ്ഗത്തിനകത്ത് നോർമലി യൂസ് ചെയ്യുന്ന ദാൽസ് അറിയാലോ, അങ്ങനത്തെ പരിപ്പ് വർഗ്ഗങ്ങളും എന്നും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി നമ്മൾ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സ്പൈസസ്. സ്പൈസസിനകത്ത് നമ്മുടെ ചുറ്റും നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുക. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് മഞ്ഞൾ അഥവാ ടർമറിക് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ള ഒരു സ്പൈസ് ആണ് ഈ ടർമറിക് എന്ന് പറയുന്നത്. പിന്നെ സിന്നമണും ഇതുപോലെ ബാഡ് ഫാറ്റിനെ അലിയിച്ച് കളയുന്നതും ഈ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ന്യൂട്രിയൻസ് ഈ ഒരു സിനമണകത്തും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ട്യൂമറിക് ഉണ്ട്, സിനമൺ ഉണ്ട്, അതുപോലെ ഉലുവ, പിന്നെ ജീരകം, ജിഞ്ചർ, ഗാർലിക്, ഇതൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പൈസസ്. ഇനി ഹെർബ്സ് ഉണ്ട്. അതുപോലെ ഹെർബ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പൊടിച്ച ഇലവർഗ്ഗങ്ങളുണ്ടല്ലോ, അതിപ്പോൾ നമ്മൾ പൊടിച്ചതാവാം, അല്ലെങ്കിൽ ഉണക്കി പൊടിച്ചത്, അല്ലെങ്കിൽ കറികളിൽ ചേർക്കുന്ന ഇലവർഗ്ഗങ്ങളായ നമ്മുടെ നാട്ടിൽ ചേർക്കുന്ന മെയിനായിട്ടും കറിവേപ്പില, അതുപോലെ മേത്തി ലീവ്സ്, കസൂരി മെത്തി എന്ന് പറയുന്ന ഉലുവയുടെ ഇലയുണ്ട്, അത് നല്ലതാണ്. മല്ലിയില, പാഴ്സലി, ഇതൊക്കെയും നല്ല ഹെർബ്സ് ആണ്. ഇനി ഒറിഗാനോ, റോസ്മേരി ഒക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയും നല്ല ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള ഹെർബ്സ് ആണ്. ഇനി ഗട്ട് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡ്, അതായത് പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക്സ്. പ്രീബയോട്ടിക് എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിനായിട്ടും ഫെർമെന്റഡ് ആയിട്ടുള്ള ഫുഡ്സ്, ഇലവർഗ്ഗങ്ങളും ഒക്കെയാണ് വരുന്നത്. ഫെർമെന്റഡ് ആയിട്ടുള്ള ഇപ്പൊ ഇഡലി, ദോശ പോലുള്ള ആഹാരങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ അച്ചാറുകൾ, ഉപ്പ് നമ്മൾ യൂസ് ചെയ്തിട്ട് പ്രിസർവ് ചെയ്ത് ഉണ്ടാക്കുന്ന അച്ചാറുകൾ, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അച്ചാറുകളാണ് ഉദ്ദേശിച്ചത് കേട്ടോ, അല്ലാതെ കടയിൽ നിന്ന് വാങ്ങുന്ന പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുള്ളതല്ല. അതിൽ നമുക്കറിയാം കൊറിയക്കാരുടെ കിംചി എന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ നല്ലതാണ്. ഇനി പ്രോബയോട്ടിക് ആണെങ്കിൽ മെയിനായിട്ട് വരുന്നത് ഡയറി പ്രോഡക്ട്സ് ആണ്, അതായത് യോഗട്ട്, കേർഡ്, പിന്നെ കോട്ടേജ് ചീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. പിന്നെ മോര് വെള്ളം കുടിക്കാം. ഇതൊക്കെയും ഈ പ്രോബയോട്ടിക് കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി ഫൈബേഴ്സ്, ഡയറ്ററി ഫൈബേഴ്സ് ഒരുപാട് ഉൾപ്പെടുത്താം. അതിനകത്ത് നാരുവർഗ്ഗങ്ങൾ, അതായത് വാഴത്തട, വാഴക്കൂമ്പ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്താം. ഇലവർഗ്ഗങ്ങളിലും നന്നായിട്ട് നാരുള്ളവയാണ്. ഇനി ഇത് കൂടാതെ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ചില കാര്യങ്ങളാണ് സിട്രസ് ഫ്രൂട്ട്സ്, ഓറഞ്ച്, നാരങ്ങ വർഗ്ഗത്തിൽപ്പെടുന്ന ഫ്രൂട്ട്സ്, വൈറ്റമിൻ സി ഒരുപാടുള്ള ഫ്രൂട്ട്സ്. വൈറ്റമിൻ സി നമുക്കറിയാം രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും സെൽസിന്റെ ഈ റിപ്പയർ നടത്തുകയും ചെയ്യും. ഡാമേജ് ആയ സെൽസിന്റെ റിപ്പയർ നടത്തുകയും ചെയ്യുന്ന വൈറ്റമിൻ ആണ്. അപ്പോൾ ഇത് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഒരുപാട് കഴിക്കുക. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ, ഒലിവ് ഓയിൽ, അതല്ലാന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ, ശുദ്ധമായ കോക്കനട്ട് ഓയിൽ ഒക്കെ യൂസ് ചെയ്യുക. റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ് ഒഴിവാക്കുക. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത്. ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എടുക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ സപ്ലിമെന്റ്സ് ആണ്. നമ്മൾ ഈ പറഞ്ഞതിലൊക്കെ തന്നെ ഉള്ളതാണ്. ഇനി അത് നിങ്ങൾക്ക് ഇനഫ് ആയിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിന്റെ സപ്ലിമെന്റ് കഴിക്കാം. അതുപോലെ വൈറ്റമിൻ സിയുടെ സപ്ലിമെന്റും കഴിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ. ഇനി എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്? മെയിൻ ആയിട്ടും ഷുഗർ ആണ്. ഷുഗർ എന്ന് പറയുമ്പോൾ ഈ പ്രോസസ്ഡ് ഷുഗർ അല്ലെങ്കിൽ റിഫൈൻഡ് ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ ബേക്കറിയിലെ പലഹാരങ്ങൾ അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡ്സിനകത്ത് ഒക്കെ ഉള്ളതാണ്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഷുഗർ എന്ന് ഡയറക്റ്റ് ആയിരിക്കത്തില്ല ഇൻഗ്രീഡിയൻസിൽ കൊടുത്തിരിക്കുന്നത്. പല തരത്തിലുള്ള ഷുഗർ ആയിരിക്കും ഇങ്ങനെയുള്ള ഈ പേസ്ട്രീസ് അല്ലെങ്കിൽ ക്യാൻഡീസ്, ജെല്ലോസ്, അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ഐസ്ക്രീംസിലൊക്കെ അടങ്ങിയിരിക്കുന്നത്. ഇതിനെ ഫ്രക്ടുലോസ് അല്ലെങ്കിൽ കോൺ സിറപ്പ് അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഷുഗർ സിറപ്പ് രീതിയിലൊക്കെ ആയിരിക്കും ഇതിനകത്തേക്ക് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഷുഗറി ഫുഡ്സ് മാക്സിമം ഒഴിവാക്കുക. ഇതിനകത്ത് ഷുഗർ മാത്രമല്ല, പലപ്പോഴും നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന കേക്ക്, അങ്ങനെ ഐസ്ക്രീം ഒക്കെ പോലുള്ള കാര്യങ്ങളകത്തും പേസ്ട്രീസിനകത്തും ഒക്കെ ഒരുപാട് ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്സ് ഉണ്ട്. അതുപോലെ കളറും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ പ്രിസർവേറ്റീവ്സ്, കളേഴ്സ് അല്ലെങ്കിൽ ഷുഗർ, ഇത് ട്രാൻസ് ഫാറ്റ്, ഇതൊക്കെയും ഈ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൽ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെയും ബോഡിക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ ഈ അധികമായിട്ട് എത്തുന്ന ഷുഗർ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിന്റെ അളവ്, നമ്മുടെ ഇത്രയും ഷുഗറിന്റെ ഒരു ഹൈ ലോഡ് എത്തുമ്പോൾ നമ്മുടെ ശരീരത്തിന് അതിനനുസരിച്ചിട്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ടി വരികയും ഇതിങ്ങനെ ക്രമേണ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. ഇനി അതുപോലെ തന്നെ കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ, ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ഈ ബേക്കറി ഐറ്റംസ്,
അതായത് KFC അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് പോലുള്ള അങ്ങനത്തെ ആഹാരങ്ങൾ, അതുപോലെ എണ്ണ പലഹാരങ്ങൾ, വറുത്തതും പൊരിച്ചതും ആയിട്ടുള്ള ആഹാരങ്ങൾ, ഇതിനകത്തൊക്കെയും ഇങ്ങനെ ചീത്ത കൊളസ്ട്രോൾ അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റ്, സാച്ചുറേറ്റഡ് ഫാറ്റ്, ഇങ്ങനത്തെ ചീത്ത കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഒഴിവാക്കുക. പകരം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ കഴിക്കുക. ഇനി നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് റെഡ് മീറ്റ് എന്ന് പറയുന്നത്. അവോയ്ഡ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ വളരെ മിതമായ അളവിൽ കഴിക്കുക എന്നുള്ളത്. ഈ റെഡ് മീറ്റിനകത്ത് വരുന്നത് പ്രധാനമായിട്ടും ബീഫ്, അതുപോലെ തന്നെ പോർക്ക്, ലാമ്പൊക്കെയാണ് വരുന്നത്. ഇത് വളരെ കുറച്ച് കഴിക്കുക, ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രം മിതമായ അളവിൽ കഴിക്കുക. ഇനി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റെഡ് മീറ്റിന്റെ തന്നെ പ്രോസസ്ഡ് ഫോം നമ്മൾ പാടെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഹോട്ട് ഡോഗ്, സോസേജ്, ബേക്കൺ പോലുള്ള രീതിയിൽ കിട്ടുന്ന ഇതിന്റെ തന്നെ റെഡ് മീറ്റിന്റെ തന്നെ പ്രോസസ്ഡ് ഫോംസ് ആണ് ഇതൊക്കെയും. ഇതിനെ ഒഴിവാക്കുക. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ പ്രോസസ്ഡ് കാർബ്സ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റിന്റെ പ്രോസസ്ഡ് ഫോം ആയിട്ട് നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണ്? വൈറ്റ് ബ്രെഡ്, പാസ്ത, അതുപോലെ വൈറ്റ് റൈസ്. ഇതിലൊക്കെയും ഷുഗർ തന്നെയാണ് ഇതിന്റെയൊക്കെ ബേസ് കണ്ടന്റ്. വെളുത്ത ഷുഗറിന്റെ പല രീതിയിലുള്ള ഫോംസ് ആണ് ഇതൊക്കെയും. ഇത് കാർബോഹൈഡ്രേറ്റിന്റെ സോഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇത് മെയിൻ ആയിട്ടും ഷുഗർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിന്റെ സോഴ്സസ് അവോയ്ഡ് ചെയ്യുക. പിന്നെ പാക്കറ്റ് ഫുഡ്, അതായത് റെഡി ടു പ്രിപ്പയർ ആയിട്ടുള്ള, റെഡി ടു ഈറ്റ് അങ്ങനത്തെ ടൈപ്പിലുള്ള പാക്കറ്റ് ഫുഡ് ഒഴിവാക്കുക. ഷുഗറി ബിവറേജസ്, സോഡാസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഫ്രൂട്ട് ജ്യൂസ്, അതിനകത്തൊക്കെയും ഹൈ കണ്ടന്റിൽ ഷുഗറും പ്രിസർവേറ്റീവ്സും കളറും അടങ്ങിയിട്ടുള്ളതാണ്. അതൊക്കെ ഒഴിവാക്കുക. അതുപോലെ ആൽക്കഹോള് അവോയ്ഡ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യും. രക്തക്കുഴലുകളിൽ ഈ കൊഴുപ്പ് അടിയുന്ന അവസ്ഥ ഇല്ലാതിരിക്കുകയും ഹാർട്ടിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ആവുകയും ചെയ്യും. അതുപോലെ ഈ ഇൻസുലിന്റെ അളവില് നമുക്ക് ശരീരം ഇംപ്രൂവ് ആവുകയും ഡയബറ്റിസ് ഉണ്ടാവാതിരിക്കാനും അല്ലെങ്കിൽ അത് കുറയാനും ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് ഉറക്കം കിട്ടുക, സ്ട്രെസ് കുറയുക, ഈ പൊണ്ണത്തടി കുറയുക എന്നുള്ളതൊക്കെ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ആണ്. ഇതൊക്കെ കുറയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. അതുപോലെ നമുക്ക് നല്ല എനർജി ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ എന്തൊക്കെ ആഹാരം കഴിച്ചുകൂടാന്നുള്ളത് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമ്മൾ പാചകം ചെയ്യുന്ന രീതി, കുക്കിംഗ് മെത്തേഡും ഈ ഒരു നമ്മുടെ ജീവിത രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൽ മെയിനായിട്ടും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കുക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം റെഡ് മീറ്റ് നമ്മൾ ഗ്രില്ല് ചെയ്യുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബർഗർ പോലുള്ള ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഫാറ്റ്, ഈ ഫാറ്റും ഇങ്ങനെയുള്ള ഹൈ എമൗണ്ടിലുള്ള ഹൈ ഫ്ലെയിമിലുള്ള തീയും ചേർന്നിട്ട് ചില കോമ്പൗണ്ട്സ് ഉണ്ടാക്കുകയും അത് ക്യാൻസറിനൊക്കെ കാരണമാവുകയും ചെയ്യും. അപ്പോൾ ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള ബേക്കിംഗ്, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റീമിങ്, പുഴുങ്ങിയെടുക്കുക, അതുപോലെ എയർ ഫ്രയർ യൂസ് ചെയ്യുക, പിന്നെ കറി വെച്ച് കഴിക്കുക, ഫ്രൈ ചെയ്യുന്നതിന് പകരം കറി വെച്ച് കഴിക്കുക. ഇതൊക്കെയാണ് ഹെൽത്തി ആയിട്ടുള്ള കുക്കിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയമായിരിക്കും, ഇങ്ങനെ നമ്മൾ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു നീരിന് കുറവുണ്ടാവും, പക്ഷെ അത് നമ്മുടെ വെയിറ്റിനെ കാര്യമായിട്ട് കുറയ്ക്കുമോ എന്നുള്ളത്. നീര് കുറയുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റിനെ കുറയ്ക്കും, പക്ഷെ അതൊരു വെയിറ്റ് ലോസ് മെത്തേഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം. അതിനായിട്ട് എന്തായാലും നമ്മൾ ഏത് ഡയറ്റ് മെത്തേഡ് ചെയ്യുന്നത് പോലെ തന്നെയും ഈ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും കാലറി റെസ്ട്രിക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളും ഇല്ലാതെ നിങ്ങൾക്ക് വലിയൊരു വ്യത്യാസമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കൂടാതെ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ചെയ്യുമ്പോൾ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എപ്പോഴും നമ്മൾ ഹോൾ ഫുഡായിട്ട് കഴിക്കാൻ നോക്കുക. പകരം നമ്മൾ പ്രോസസ്ഡ് ഫുഡ് വെച്ചിട്ട് കഴിക്കുന്നതിന് പകരം നമ്മൾ തന്നെ കുക്ക് ചെയ്തിട്ടുള്ള ഹോൾ ഫുഡ് അല്ലെങ്കിൽ ഹോൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ആഹാരം കഴിക്കുക. അപ്പോൾ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൽ നമ്മൾ വേറെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എപ്പോഴും ഹോൾ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നതിന് പകരം ഹോൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പല തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ആഹാരങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഡയറ്റ് പ്ലാൻ അല്ലെങ്കിൽ മീൽ പ്ലാൻ നേരത്തെ തന്നെ ഒരു ഉണ്ടാക്കി വെക്കുക. നമ്മുടെ ഒരു ദിവസത്തെ ഡയറ്റില് 3 സെർവിങ്സ് ലെൻഡിൽസ്, അതായത് പരിപ്പ് വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുക. അതുപോലെ 3 സെർവിങ്സ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഗ്രെയിൻസ്, ഇതൊക്കെയും ഉൾപ്പെടുത്താം. ഇപ്പൊ ഒരു സെർവിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസ്റ്റിന്റെ അത്രയും അളവാണ്, അതായത് ഇത്രയാണ് ഒരു സെർവിങ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ 3 സെർവിങ്സ് ആണ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആവശ്യത്തിന്
ജലം അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. ഓരോ 25 കിലോയ്ക്കും 1 ലിറ്റർ വെള്ളം എന്ന രീതിയിൽ നിങ്ങൾ വെള്ളം കുടിച്ചിരിക്കുക. അതുപോലെ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. വ്യായാമങ്ങൾ നമുക്ക് ജിമ്മിലൊന്നും പോകണമെന്നില്ല, വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളായാലും ചെയ്യുക. ഇപ്പോൾ സൂംബ പോലുള്ളത് അല്ലെങ്കിൽ യോഗ, മെഡിറ്റേഷൻ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഹോം വർക്കൗട്ട്സ് ഒക്കെ നമുക്ക് ചെയ്യാം. നന്നായിട്ട് ഒരു 7-8 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക. ബോഡിക്ക് നന്നായിട്ട് റെസ്റ്റ് കൊടുക്കുക, സ്ലീപ്പ് എടുക്കുക. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ശരിയായ രീതിയിൽ ഇങ്ങനെ ഡയറ്റ് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കൊരു 3 ദിവസത്തെ ഒരു ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 5 ദിവസത്തെ ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡേയിലാണ് പറയുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, അതായത് നമുക്കൊരു ദിവസം തുടങ്ങുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഗ്രീൻ ടീ വെച്ചിട്ട് തുടങ്ങാം. ഗ്രീൻ ടീക്കകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും പ്രൊഫനോൾസും ഒക്കെ ഉണ്ട്. അത് വളരെ നല്ലതാണ്. അപ്പോൾ അത് നമുക്കൊരു ഗ്രീൻ ടീ വെച്ചിട്ട് തുടങ്ങാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിനമൺ, ജിഞ്ചർ അല്ലെങ്കിൽ മഞ്ഞപ്പൊടി, ഇത് 3 കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ജീരക വെള്ളം കുടിക്കാം. ഇത് 3-ൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റിന് ചെറുപയർ അല്ലെന്നുണ്ടെങ്കിൽ റാഗി, ഓട്സ്, ഇതിലേതെങ്കിലും വച്ചിട്ടുള്ള ദോശ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാം. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് നിലക്കടല അത് വെച്ചിട്ട് അരച്ചുണ്ടാക്കുന്ന ചട്നി വെച്ചിട്ട് കഴിക്കാം. അതിനകത്ത് ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാറ്റിന്റെ സോഴ്സ് ആണ് പീനട്ട് എന്ന് പറയുന്നത്. ഇനി ഇടയ്ക്കുള്ള മിഡ് സ്നാക്ക് ആയിട്ട് നമുക്ക് 1 കപ്പ് ഇളം ചൂടുള്ള മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ള കൊഴുപ്പ് നീക്കിയ പാല് കുടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 1 പിടി ആൽമണ്ട് അല്ലെന്നുണ്ടെങ്കിൽ വാൾനട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പംകിൻ സീഡോ സൺഫ്ലവർ സീഡോ കഴിക്കാം. ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് അത് നമുക്കൊരു സ്നാക്ക് ആക്കാം. ഇനി ലഞ്ചിന് നിങ്ങൾക്ക് തവിടോട് കൂടിയുള്ള ബ്രൗൺ റൈസ് വെച്ചുണ്ടാക്കിയ ചോറ്, പിന്നെ കറി വെച്ച് എന്തെങ്കിലും മീൻ, അതായത് അയലയോ അതുപോലെ മത്തിയോ നെത്തോലിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുള്ള ഒരു കറിയും, നന്നായിട്ട് വെജിറ്റബിൾസ് ഉൾപ്പെടുത്താം. നമുക്ക് എന്തെങ്കിലും ഇലക്കറികൾ, മുരിങ്ങയിലയോ ചീരയോ എന്തെങ്കിലും വെച്ചത്, അല്ലെങ്കിൽ ക്യാബേജ് തോരൻ വെച്ചതോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. കൂട്ടത്തിൽ 1 ഗ്ലാസ് മോര് കുടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ തൈര് നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ കഴിക്കാം. ഇനി ഇടയ്ക്കുള്ള ഒരു 3 മണിക്കൊക്കെ ആകുമ്പോൾ ഉള്ള സ്നാക്കിനായിട്ട് നമുക്ക് 1 ആപ്പിൾ കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പപ്പായ, പേരയ്ക്ക, ഇതിലേതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെജിറ്റബിൾസിൻ്റെയോടൊപ്പം തന്നെ ഹമ്മസ്, അതായത് കടല അരച്ചിട്ടുള്ള ഒരു ഡിപ്പിംഗ് ആണ്, ഇതിൽ നമുക്ക് മുക്കി കഴിക്കാം. ഇനി വൈകിട്ട് സപ്പറിനായിട്ട് ഈ ബ്രൗൺ റൈസ് വെച്ച് തന്നെ ഉണ്ടാക്കിയ കഞ്ഞിയും ചെറുപയറും ചേർത്തിട്ട് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ റാഗിയോ കീൻവയോ വെച്ചിട്ടുള്ള ഉപ്പുമാവാക്കി കഴിക്കാം. ഈ ഉപ്മാ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഒരുപാട് വെജിറ്റബിൾസും ആഡ് ചെയ്യാം. ക്യാരറ്റ്, ബീൻസ്, അങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒരുപാട് ധാരാളമായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഉപ്മാ ഉണ്ടാക്കി കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പുലാവ് പോലെ അങ്ങനെ ആ ഒരു രീതിയിൽ ഉണ്ടാക്കി അതും കഴിക്കാവുന്നതാണ്. ഇതാണ് അപ്പോൾ ഒരു സാമ്പിൾ ഒരു ദിവസത്തെ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു നമ്മൾ കേട്ടിട്ടുള്ള വിദ്യാബാലന്റെയും മാധവന്റെയും ഒക്കെ വെയിറ്റ് കുറച്ച് ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.